ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്ലാസ് അല്ല, LP UP എക്സാം ഫോക്കസ് ചെയ്യുന്നവരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ LP UP ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്തോ അല്ലെങ്കിൽ പഠനം ഏത് രീതിയിൽ കൊണ്ടുപോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലേക്ക് പോരട്ടെ. അപ്പോൾ നമുക്ക് LP UP കുറിച്ചൊന്ന് നോക്കാം. LP UPയുടെ ഇനിയുള്ള നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത് 2026 അവസാനത്തോട് കൂടിയിട്ടാണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ 2027 എക്സാമും ഉണ്ടായിരിക്കും. ഓക്കെ, 2027 എക്സാം കഴിഞ്ഞ് പിന്നെ അതിന് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഏകദേശം 1-1.5 വർഷം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇനി നിലവിൽ വരാൻ പോകുന്ന ആ ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും അടുത്ത ഒരു ലിസ്റ്റ് വരികയുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ 2026 നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നു. 2027 ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തോടു കൂടി എക്സാമും ഉണ്ടായിരിക്കും ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങണം. പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളുടെ മുന്നിലുള്ള സിലബസ് എന്ന് പറയുന്നത് ഏതാണ്? 2023 വന്നിട്ടുള്ള ഒരു സിലബസാണ്. ആ ഒരു സിലബസിൽ നമുക്ക് പറയാൻ പറ്റില്ല ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുമോ എന്നുള്ളത്. കാരണം ടെക്സ്റ്റ് ബുക്സ്, ന്യൂ SCERT ടെക്സ്റ്റ് ബുക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡഡ് ആക്കിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ടോപ്പിക് ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും വലിയ മാറ്റങ്ങളൊന്നും ആ ഒരു സിലബസിൽ ഉണ്ടാവില്ല. അപ്പോൾ നിലവിൽ നമ്മളുടെ മുന്നിലുള്ള സിലബസ് വെച്ച് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട സമയമായി. ഇപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ 3-4 ബാച്ചുകളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് കോമ്പറ്റീഷൻ ഓരോ വർഷം ചെല്ലും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നത് കാണിക്കുകയാണിത് അല്ലേ. അപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അവരുടെ പരസ്യങ്ങളൊക്കെ ഇടുമ്പോൾ നമുക്ക് കാണാം 3rd ബാച്ചാണ്, 4th ബാച്ചാണ്. അപ്പോൾ ഓരോ ബാച്ചിലും 10-500 കുട്ടികൾ വീതമാണ് ട്രെയിനിങ് കിട്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ LP UP പാസ് ഔട്ടായി വന്നിരിക്കുന്നവർ എന്താണ്, മിക്ക ആളുകളും വർക്ക് ചെയ്യുന്നവരായിരിക്കും. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും, ഡെയിലി വേജസിന് പോകുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്താലും സംശയമാണ്. ആ ഒരു ടൈമിങ്ങിനനുസരിച്ച് ഇത്രയും കാശ് കൊടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അവരുടെ ഒപ്പം നമുക്ക് എത്താൻ പറ്റുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് വർക്ക് ചെയ്യാൻ പോവല്ലേ, അപ്പോൾ ഓഫ്ലൈനായിട്ട് പഠിക്കാൻ പോകാനും പറ്റില്ല. മറ്റൊരു കൂട്ടരുണ്ട്, കുഞ്ഞു മക്കളൊക്കെ ആയിട്ട് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരു നിർവാഹമില്ലാത്ത രീതിയിലുള്ള ആളുകളുണ്ട്, വീട്ടിലെ സപ്പോർട്ട് കുറവായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ എങ്ങനെ അതിനുള്ള ഒരു ഫണ്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തവരുണ്ട്. അപ്പോൾ എങ്ങനെ അത് പഠിച്ച് തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, ഒരു ഐഡിയ ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ. അങ്ങനെയുള്ളവരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് കൂട്ടായിട്ട് ഒരു കമ്പൈൻ സ്റ്റഡി പോലെ നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ LP UPക്ക് വേണ്ടിയിട്ട്. അപ്പോൾ LP UPക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുക എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താ? SCERT ടെക്സ്റ്റ് ബുക്സ് ആണ്. SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഒരു 80% ക്വസ്റ്റ്യൻസും വരുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് സയൻസ് ഓറിയൻറ്റഡ് ആയിട്ട്. നമുക്കറിയാം LP UPയുടെ സിലബസിൽ എത്ര മാർക്കാണ് സയൻസ് മേഖലയ്ക്ക് വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സയൻസിൻ്റെ മാർക്ക് നമുക്ക് ഫുള്ളായിട്ട് വരുന്നത് SCERTയിൽ നിന്നാണ്. അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രിക്ക് ആണെങ്കിൽ കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ ഹയർ സെക്കൻഡറി ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കേണ്ടി വരും, ഹയർ സെക്കൻഡറിയിലെ SCERT ഓറിയൻറ്റഡ് ആയിട്ട്. അപ്പോൾ ഏറ്റവും നല്ല കാര്യം SCERT കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചോദ്യം വന്നു, പഴയത് പഠിക്കണോ പുതിയ SCERT പഠിക്കണോ? രണ്ടും പഠിക്കണം. ടീച്ചേഴ്സ് ആകാൻ പോകുന്നവരെ സംബന്ധിച്ച് അവർക്ക് ന്യൂ SCERTയിലും അവബോധം ഉണ്ടായിരിക്കണം, ഓൾഡ് SCERTയിലും നല്ലൊരു അറിവ് വേണമല്ലോ. അപ്പോൾ ഓൾഡ് SCERTയിൽ നിന്ന് ന്യൂ SCERT വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാറ്റമില്ലാത്ത കുറേ കാര്യങ്ങൾ അങ്ങനെയുണ്ട്. എന്നാൽ അഡീഷണൽ ആയിട്ട് കുറേ അധികം കാര്യങ്ങൾ ന്യൂ SCERTയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വെച്ച് ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി വേണം നമ്മൾ നടത്താൻ വേണ്ടിയിട്ട്. SCERT A to Z എല്ലാ പോർഷൻസും പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി നമ്മൾ നടത്തുക, അതിൽ നല്ലൊരു റിവിഷനൊക്കെ ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി SCERT ചെയ്തു വരുന്നുണ്ട്. SCERT സീരീസ് ഫിസിക്സ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യുന്നത് SCERT ബയോളജിയാണ്. അതായത് ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി. ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നു, അതിൽ ക്ലാസ് 5 to 10 വരെയുള്ള ക്ലാസ്സസിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത്, ന്യൂ SCERTയിൽ ഏതൊക്കെ പഠിക്കണം, ഓൾഡ് SCERTയിൽ ഏതൊക്കെ പഠിക്കണം, അതുകൊണ്ട് സോർട്ട് ചെയ്തെടുത്തിട്ട് ഓരോ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ ഓരോ ദിവസം ക്ലാസ്സുകളായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ യൂട്യൂബ് ചാനലിലേക്ക് വന്നാൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ SCERT സീരീസിൻ്റെ ക്ലാസ്സുകൾ, തൊട്ടടുത്ത ദിവസം LP UP സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഒരു ദിവസം SCERT ആണെങ്കിൽ തൊട്ടടുത്ത ദിവസം സിലബസ് വൈസ് ആ ഒരു ടോപ്പിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. ഇനി
നമ്മളുടെ യൂട്യൂബ് ചാനൽ എക്സാം വോയേജിൻ്റെ പ്ലേലിസ്റ്റിലേക്ക് നിങ്ങൾ വന്നാൽ SCERT സീരീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബയോളജി ക്ലാസ്സുകൾ 10ഓളം ക്ലാസ്സുകൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ SCERT സീരീസ് ഫിസിക്സിൽ 45 ക്ലാസ്സുകൾ ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ LP UP 2027 കേരള ചരിത്രവും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 6 ക്ലാസ്സുകളും ഇപ്പോൾ നിലവിൽ ചെയ്തിട്ടുണ്ട്. ഇതാ നോക്കൂ, SCERT ഫിസിക്സ് എന്ന പ്ലേലിസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്താൽ നമ്മൾ അവിടെ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഇതാ നോക്കുക, ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങളെ ഞാനൊരു ടോപ്പിക് പരിചയപ്പെടുത്താം. ഇവിടെ ടോപ്പിക് നമ്പർ 7 ഊർജ പരിപാലനം. അപ്പോൾ ഊർജ പരിപാലനവുമായി ബന്ധപ്പെട്ട് 5th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിക്കേണ്ട 2 ലെസൺസ് ആണുള്ളത്. നോക്കിയേ, ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്ന ന്യൂ SCERTയിലെ ഒരു ലെസണും അതുപോലെ തന്നെ ഊർജത്തിന്റെ ഉറവകൾ എന്ന് പറഞ്ഞിട്ട് ഓൾഡ് SCERTയിലെ ഒരു ലെസണും പഠിക്കണം. അത് ടോപ്പിക് നമ്പർ 7 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ഇനി അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ഊർജ പരിപാലനത്തിന്റെ അടുത്തൊരു ക്ലാസ് ആണ് സ്റ്റാൻഡേർഡ് 10ലെ ഓൾഡ് SCERT ഊർജ പരിപാലനം എന്ന 7ാമത്തെ ചാപ്റ്റർ. അതൊരു വലിയ ചാപ്റ്റർ ആണ്. 2 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ 3 ക്ലാസ്സുകൾ. അപ്പോൾ ആ ഒരു 3 ക്ലാസ്സുകൾ കൊണ്ട് ഈ ഒരു ടോപ്പിക് നമ്പർ 7 കഴിഞ്ഞു. ഇനി അടുത്തത് ടോപ്പിക് നമ്പർ 8 ആയിട്ട് കൊടുത്തിരിക്കുന്നത് കാന്തികത, വൈദ്യുത കാന്തിക ഫലം, വൈദ്യുത കാന്തിക പ്രേരണം. അപ്പോൾ ഏറ്റവും ബേസ് തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. സ്റ്റാൻഡേർഡ് 6 ന്യൂ SCERTയിൽ പഠിക്കേണ്ട കാന്തിക ലോകത്തെ അത്ഭുതം, അതുപോലെ സ്റ്റാൻഡേർഡ് 6 ഓൾഡ് SCERTയിൽ പഠിക്കേണ്ട ആകർഷിച്ചും വികർഷിച്ചും. അതാണ് ടോപ്പിക് നമ്പർ 8ൽ ആദ്യത്തെ ക്ലാസ്. ഓക്കെ, പിന്നെ തൊട്ടടുത്ത ക്ലാസ് സ്റ്റാൻഡേർഡ് 8 ഓൾഡ് SCERTയിലെ കാന്തികത എന്ന് പറയുന്ന ഒരു ലെസൺ. പിന്നെ വന്നിട്ടുള്ളത് വൈദ്യുത കാന്തിക ഫലം. അത് ഏത് ക്ലാസ്സിലെയാണ്? സ്റ്റാൻഡേർഡ് 10ലെയാണ്. സ്റ്റാൻഡേർഡ് 10 ഓൾഡ് SCERTയിലെ 2nd ലെസൺ. കണ്ടോ? പിന്നെ വരുന്നത് വൈദ്യുത കാന്തിക പ്രേരണം. അതും സ്റ്റാൻഡേർഡ് 10ലെ ഓൾഡ് SCERT. അത് 2 പാർട്ടായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി മനസ്സിലായല്ലോ ഈ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് ഈ കാന്തികതയുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഓരോ ടോപ്പിക്കിൽ വരുന്ന SCERT ലെസൺസ് ആണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് SCERT സീരീസ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് SCERTയിൽ ഫിസിക്സ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട 13ഓളം ടോപ്പിക്കുകളുണ്ട്. ആ 13 ടോപ്പിക്കിൻ്റെയും ഓൾഡ് SCERTയും ന്യൂ SCERTയും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നത്. ഏകദേശം 45 ക്ലാസ്സുകളാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് SCERT സീരീസ് ബയോളജി. SCERT സീരീസ് ബയോളജിയാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ യൂട്യൂബിൽ ക്ലാസ്സുകൾ എടുക്കുന്നതോടൊപ്പം വീക്ക്ലി എക്സാംസും എക്സാം വോയേജ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. മനസ്സിലായോ? SCERT സീരീസ് ബയോളജിയിൽ നമ്മൾ കവർ ചെയ്ത ടോപ്പിക് എന്ന് പറയുമ്പോൾ ദഹനവും പോഷക സംവഹനവും എന്നുള്ള ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അത് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം അത് ക്ലാസ് വരുന്നത് 6 മണിക്കാണ്. കണ്ടോ, ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി ഈ പാർട്ട് 2ൻ്റെ ഈ ക്ലാസ്സുകൾ വൈകുന്നേരം 6 മണിക്ക് പബ്ലിഷ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടോ, ടോപ്പിക് നമ്പർ 1ൽ കോശങ്ങളുടെ ഘടന. അപ്പോൾ അതാണ് ടോപ്പിക് നമ്പർ 1. ആ കോശങ്ങളുടെ ഘടനയെ ബന്ധപ്പെട്ടിട്ട് ഓൾഡ് SCERT 6th സ്റ്റാൻഡേർഡിലെ ഒരു ലെസൺ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് 8ൽ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യം. അത് കഴിയുമ്പോൾ ആ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയി. ആ 2 ചാപ്റ്റേഴ്സ് ആണ് കോശങ്ങളുടെ ഘടനയായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. ടോപ്പിക് നമ്പർ 2 കലകളുമായി ബന്ധപ്പെട്ട് 2 ലെസൺ പഠിക്കണം. കോശജാലങ്ങൾ ഓൾഡ് SCERT സ്റ്റാൻഡേർഡ് 8 പഠിക്കണം. കോശങ്ങളും കോശജാലകങ്ങളും എന്ന് പറഞ്ഞ് ന്യൂ SCERT സ്റ്റാൻഡേർഡ് 8ലെ 2 ലെസൺ. അതാകുമ്പോൾ ആ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആവും. പിന്നെ വരുന്നത് വർഗീകരണവുമായി ബന്ധപ്പെട്ട് തരംതിരിക്കുന്നത് എന്തിന്. അതുപോലെ തന്നെ ന്യൂ SCERT സ്റ്റാൻഡേർഡ് 9ലെ വർഗീകരണം എന്ന് പറഞ്ഞിട്ടൊരു ലെസൺ ഉണ്ട്. ആ 2 ചാപ്റ്റേഴ്സ് ആയപ്പോൾ ആ ടോപ്പിക് കംപ്ലീറ്റ് ആയി. പിന്നെ പ്രകാശ സംശ്ലേഷണം, ദഹനവ്യവസ്ഥയാണ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദഹനവ്യവസ്ഥയിൽ ഇന്നത്തോടുകൂടി ദഹനവ്യവസ്ഥ എന്ന് പറയുന്ന ക്ലാസ് കഴിയും. ഇത് കണ്ടോ, പാർട്ട് 1 ദഹനവും പോഷക സംവഹനവും പാർട്ട് 1 ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തത്. അതുപോലെ ഇന്ന് വൈകുന്നേരം വരാൻ പോകുന്ന ക്ലാസ് ആണ് ദഹനവും പോഷക സംവഹനവും പാർട്ട് 2 ക്ലാസ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെയിലി ഓരോ ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ SCERTയും തൊട്ടടുത്ത ദിവസം LP UP സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുമാണ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു പ്ലേലിസ്റ്റിലോട്ട് വരാം. ഈ പ്ലേലിസ്റ്റ് LP UP 2027 കേരള ചരിത്രം ഈ ഒരു ഭാഗമാണ്. അപ്പോൾ അതെ, അവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാവേ. ഇത് ക്ലാസ് നമ്പർ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് നമ്പർ 1 പഴശ്ശി വിപ്ലവമാണ്. പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട് 52 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആണ്. അതായത് ഫുൾ ഡീറ്റെയിൽഡ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. എക്സ്ട്രാ പോയിന്റ്സ് ഒരുപാട് ഇൻക്ലൂഡ് ചെയ്ത് ഒരുപാട് സെർച്ച് ചെയ്തതിന് ശേഷം പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്.
പിന്നെ വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും അടുത്ത ക്ലാസ്. മൂന്നാമത്തെ ക്ലാസ് കുറിച്യർ കലാപം. നാലാമത്തെ ക്ലാസ് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് പറയുന്ന ക്ലാസ് ആണ്. അപ്പൊ അത് നമ്മൾ 4 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഓൾറെഡി 3 പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. 4ാമത്തെ പാർട്ട് കൂടി അപ്ലോഡ് ചെയ്യുമ്പോൾ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് പറയുന്ന സിലബസ് വൈസ് ആയിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം കംപ്ലീറ്റ് ആവും. മനസ്സിലായോ? ഏറ്റവും ആദ്യം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സിലബസ് വൈസ് ആയിട്ട് തന്നിരിക്കുന്ന ടോപ്പിക്സിനാണ്. അത് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ SCERTയും പഠിച്ചതിന് ശേഷം മാത്രമാണ് പുറത്തു നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയുള്ളൂ. ഓക്കെ, അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഈ സിലബസിലേക്ക് ഒന്ന് വരാവേ. ഇത് നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിലവിലുള്ള സിലബസ് 2020ലാണ് ഈ ഒരു സിലബസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2020ലെ സിലബസ് തന്നെയായിരുന്നു 2023ലെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ. അപ്പോഴും സിലബസിന് മാറ്റമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ചിലപ്പോൾ ചില ടോപ്പിക്കുകളൊക്കെ ഇനി വരുന്ന നോട്ടിഫിക്കേഷനോട് ബേസ് ചെയ്തിട്ട് പുറത്തുവിടുന്ന ആ ഒരു സിലബസിൽ മാറ്റങ്ങൾ വരാം എന്നാണ് പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ നോക്കാവേ. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പഴശ്ശി വിപ്ലവം, വേലുത്തമ്പി ദളവ, കുറിച്യർ കലാപം. പിന്നെ വന്നത് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ, തിരുവിതാംകൂറിലെ മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, പിന്നെ നിവർത്തന പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം കംപ്ലീറ്റ് ചെയ്തു. ഇനി കൊച്ചി, ഈ ടോപ്പിക് നമ്മൾ നാളെ ചെയ്യുന്ന ടോപ്പിക്കാണ്. ഇലക്ട്രിസിറ്റി സമരവും കൊച്ചി രാജ്യ പ്രജാമണ്ഡലവും നാളെ അപ്ലോഡ് ചെയ്യും. പിന്നെ മലബാറുമായി ബന്ധപ്പെട്ട് ഖിലാഫത്ത് പ്രസ്ഥാനം, മലബാർ കലാപം, ഉപ്പു സത്യാഗ്രഹം. ഇതുകൂടാതെ തന്നെ ഇതിനോടൊപ്പം അഞ്ചുതെങ്ങ് കലാപം, അതുപോലെ തന്നെ ആറ്റിങ്ങൽ കലാപം, അങ്ങനെ കാര്യങ്ങളും കൂടി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ കേരള ചരിത്രം എന്ന് പറയുന്നതിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളും കംപ്ലീറ്റ് ആവും. നാളത്തോടു കൂടി ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് പറയുന്ന ടോപ്പിക്കും കംപ്ലീറ്റ് ആവും. ഇനി അടുത്ത കേരള നവോത്ഥാനം നമ്മൾ കുറേശ്ശെ പഠിച്ചു തുടങ്ങും. ഇതുകൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഫിസിക്സിൽ അളവുകളും യൂണിറ്റുകളും പഠിച്ചു. ചലനം, ചലന സമവാക്യം, ചലന നിയമങ്ങൾ പഠിച്ചു. തരംഗ ചലനം, ശബ്ദം പഠിച്ചു. ബലം, പ്രവൃത്തി, ഊർജം, പവർ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഗുരുത്വാകർഷണം പഠിച്ചു. ദ്രവബലങ്ങൾ, സ്ഥിതവൈദ്യുതി, ധാരാവൈദ്യുതി, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ, കാന്തികത, വൈദ്യുത കാന്തിക ഫലം, വൈദ്യുത കാന്തിക പ്രേരണം. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നില്ലേ? ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പ്രകാശത്തിന്റെ പ്രതിപതനം, അപവർത്തനം, കാഴ്ച, പ്രകാശ പ്രകീർണനം, പ്രകാശ വിസരണം, പ്രകാശ മലിനീകരണം, ഊർജ പരിപാലനം. ഇത്രയും ടോപ്പിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ബയോളജിയിലോട്ട് വരാം. ബയോളജിയിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ചത് കോശങ്ങളുടെ ഘടന, കലകൾ, വർഗീകരണം, പ്രകാശ സംശ്ലേഷണം. ഇനി ദഹന വ്യവസ്ഥ. ദഹന വ്യവസ്ഥ ഇന്നത്തോട് കൂടിയിട്ട് ടോപ്പിക് കംപ്ലീറ്റ് ആവും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബയോളജിയിലും പഠിച്ചു. തുടർന്നും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഈ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതിനോടൊപ്പം വീക്ക്ലി എക്സാംസ്, നമ്മൾ എക്സാം വോയേജിൻ്റെ എക്സാമിന് വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പുണ്ട്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എന്നാൽ എക്സാം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഗ്രൂപ്പാണ്. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുമാണ്. എക്സാം നിർബന്ധമായും എഴുതുന്നവർക്ക് വേണ്ടി മാത്രമുള്ള എക്സാം വോയേജിൻ്റെ എക്സാം ഗ്രൂപ്പുണ്ട്. കൂടാതെ തന്നെ ചാറ്റ് ഗ്രൂപ്പുണ്ട്, ഒരു മെയിൻ ചാനലുണ്ട്. 3 ടെലഗ്രാം ചാനലുകളാണ് ഉള്ളത്. മെയിൻ ചാനലിൽ നമ്മൾ വീക്കിലി വേണ്ടുന്ന റിവിഷനുള്ള ടോപ്പിക്കുകൾ, ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ അപ്ഡേഷൻസ് ഒക്കെ പോകുന്നത് മെയിൻ ചാനലിലാണ്. നിങ്ങളുടെ സംശയങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള പോയിന്റ്സ് ഒക്കെ പങ്കുവയ്ക്കാനായിട്ട് ചാറ്റ് ഗ്രൂപ്പ് ഉണ്ട്. എക്സാമിന് വേണ്ടി മാത്രം എക്സാമിൻ്റെ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പുണ്ട്. അത് ഞാൻ പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുന്നത് അതിലുള്ള സ്ട്രിക്ട്നെസ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എക്സാം എഴുതാത്തവരെ വീക്കിലി അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതും അങ്ങനെയുള്ള സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്ന ഒരു ഗ്രൂപ്പാണ്. അതായത് എക്സാം വേണം, നന്നായി പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഗ്രൂപ്പ്. ഓക്കെ, അത് തികച്ചും ഫ്രീ ആയിട്ടാണ്, ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. പക്ഷേ ആ സ്ട്രിക്ട്നെസ് നിലനിർത്തിക്കൊണ്ട് പോകാൻ മാത്രമാണ് അതൊരു പ്രൈവറ്റ് ഗ്രൂപ്പാക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഈ ഒരു സിലബസ് വേണ്ടവർക്ക് നമ്മളത് ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതറിയാലോ, ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് പോകുന്നത് LP UPയെ സംബന്ധിച്ച് ഏതിനാണ്? സയൻസ് മേഖലയ്ക്കാണ്. ആ ഒരു സയൻസ് മേഖല നിങ്ങളിലേക്ക് ഞാനൊന്ന് എടുത്തു കൊണ്ടുവരാം. ഇതാ നോക്കൂ, ഭൗതിക ശാസ്ത്രം 7 മാർക്ക്, 7 മാർക്ക് കൂടാതെ 2 മാർക്ക് കറണ്ട് അഫയേഴ്സ് ആണല്ലോ, അപ്പോൾ 9 മാർക്കായി. രസതന്ത്രം 7 മാർക്ക്, അവിടെയും കറണ്ട് അഫയേഴ്സിന് 2 മാർക്ക്, അപ്പോൾ 18 മാർക്കായി. പിന്നെ ജീവശാസ്ത്രം 6 മാർക്ക്, 6 മാർക്ക് എന്ന് പറഞ്ഞപ്പോൾ 24 പിന്നെ 2 മാർക്ക് കറണ്ട് അഫയേഴ്സ്, അങ്ങനെ 26 മാർക്ക് സയൻസിന് വേണ്ടി മാത്രം LP UPയിൽ പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ വേണം. അതുകൊണ്ടാണ് SCERT നമ്മൾ ആദ്യമേ SCERT ബേസ് ചെയ്തിട്ട് സയൻസിൻ്റെ ഈ ഒരു സീരീസ് തുടങ്ങിയിട്ടുള്ളത്. ഫിസിക്സ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു, ബയോളജി റണ്ണിങ് ആണ്. ബയോളജിക്ക് ശേഷം നമ്മൾ കെമിസ്ട്രിയും ചെയ്യും. 1 ഇടവിട്ട ദിവസങ്ങളിൽ LP UP സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ചെയ്യും. ഇപ്പോൾ ഈ സയൻസിൻ്റെ നമ്മൾ SCERT മാത്രമാണ് കവർ ചെയ്തിട്ടുള്ളത്. ഇനി
ടോപ്പിക് വൈസ് ആയിട്ട് ഇപ്പോൾ വർഗീകരണം ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കും. ഈ SCERT പറയാത്തതായിട്ടുള്ള കുറേ പോയിന്റ്സ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ഒരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ SCERT ലെസൺസ് കൂടി പഠിക്കാൻ നിങ്ങളോട് പറയും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നിങ്ങളിലേക്ക് തരുന്ന അപ്ഡേഷൻസ് എല്ലാം പോകുന്നത് ടെലഗ്രാം ചാനലിലാണ്. അപ്പോൾ അതുകൊണ്ട് ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. സീരിയസ് ആയിട്ട് പഠിക്കണം, നല്ല രീതിയിൽ റിവിഷൻ ചെയ്യണം എന്നാഗ്രഹിക്കുന്നവരെല്ലാം ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. ഇനി അതല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലാണ് പഠിക്കാൻ ഇഷ്ടം, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഓക്കെ, നമ്മുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ടെലഗ്രാമിൽ ജോയിൻ ചെയ്യണമെന്നില്ല. ഓക്കെ, എങ്ങനെയായാലും ടെലഗ്രാമിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കൂടാതെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, സൈക്കോളജിക്കും 20 മാർക്ക്. അപ്പോൾ നോക്കിയേ, 26 മാർക്ക് സയൻസ്, 20 മാർക്ക് സൈക്കോളജി. പിന്നെ ഇംഗ്ലീഷ്, മലയാളം, ഇംഗ്ലീഷ്, മലയാളം, മാത്സിന് 15 മാർക്ക്, മാത്സിന് 15 മാർക്ക്. പിന്നെ വരുന്നത് ഇംഗ്ലീഷ്, മലയാളം, ഇംഗ്ലീഷിന് 10 മാർക്ക്, മലയാളത്തിന് 10 മാർക്ക്. അവിടെ എത്രയായി? 20 മാർക്ക്. മനസ്സിലായോ പറഞ്ഞു വന്നത്? 20 മാർക്ക്. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയായി? 81 മാർക്ക്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ സയൻസ്, സൈക്കോളജി, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കൂടി ആവുമ്പോൾ 81 മാർക്ക്. ഈ ബാക്കി 81 മാർക്കിൻ്റെ ബാക്കിയുള്ള ഭാഗം, അതായത് 19 മാർക്ക് മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള ഹിസ്റ്ററി, ജോഗ്രഫി, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം പഠിക്കുമ്പോൾ, അതായത് കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, പിന്നെ ജോഗ്രഫി, ആ ഒരു ഭാഗങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ പഠിക്കാൻ നമുക്ക് കിട്ടുന്ന ബാക്കി 19 മാർക്ക് മാത്രമാണ്. അപ്പോൾ സിലബസ് അനുസരിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയ സയൻസ്, അത് കഴിഞ്ഞിട്ട് സൈക്കോളജി, പിന്നെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുക. ഇപ്പം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നത് സയൻസ്, 26 മാർക്കിൻ്റെ സയൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ എന്താണ്, നമ്മുടെ ഈ സയൻസ് മാത്രം ഇങ്ങനെ പഠിക്കുമ്പോഴേ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ടാണ് അതിൻ്റെ ഒപ്പം ഒന്ന് കോപ്പപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേരള ചരിത്രം കൂടി ഒന്ന് എടുത്തു വെച്ചേക്കുന്നത്. ഓക്കെ, എല്ലാ രീതിയിലുള്ള ആളുകളെയും പരിഗണിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ നമ്മുടെ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അതല്ലെങ്കിൽ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്തിട്ട് ചാറ്റ് ഗ്രൂപ്പിൽ ചോദിക്കാം. അതിനുള്ള റിപ്ലൈ നമ്മളവിടെ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ റിവിഷൻ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, വീക്കിലി എക്സാംസ് എഴുതുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഒരുപാട് താങ്ക്സ് നിങ്ങളോട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ എക്സാം തീരുന്നിടം വരെ, അതായത് എക്സാം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഇൻ്റർവ്യൂവിനും കൂടി പ്രിപ്പയർ ചെയ്യുന്നതും വരെ എക്സാം വോയേജ് എന്ന ടെലഗ്രാം ചാനൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എക്സാം വോയേജ് എന്ന യൂട്യൂബ് ചാനലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതിന് നിങ്ങൾ നമുക്ക് തരേണ്ടത് നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് മാത്രം. ഓരോ ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആ ക്ലാസ്സുകളെ സംബന്ധിച്ചുള്ള പോരായ്മകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിയെങ്കിൽ നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങളും ആ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കത് മാക്സിമം സപ്പോർട്ട് കിട്ടും. നമ്മളൊരു ക്ലാസ് ചെയ്യുമ്പം നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് മാത്രമായിരിക്കും നമ്മൾ ചെയ്യുക എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം നമ്മളിലേക്ക് എത്തിയാൽ അതിനനുസരിച്ച് ഓരോ ക്ലാസ്സുകളൊന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യും. നിങ്ങൾക്ക് ആ ഒരു പഴശ്ശി രാജയുടെ ക്ലാസ്സുകളോ അതൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം എന്തുമാത്രം പോയിന്റ്സ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. ഒരു പെയ്ഡ് ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പോയിന്റ്സ് നിങ്ങൾക്ക് അവിടെ കിട്ടും, തീർച്ചയാണ്. അപ്പോൾ ആ ഒരു ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, ഇത്രയൊക്കെ കാര്യങ്ങളെ പറയാനുള്ളൂ. താങ്ക്